ഹലോ, എന്തൊക്കെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വിജയവും പ്രാർത്ഥനയുമാണ്. നമ്മുടെ വിജയം എന്ന് പറഞ്ഞാൽ നമ്മളെ സക്സസിൻ്റെ ബാക്കിൽ നമ്മളെ പ്രാർത്ഥന ഉണ്ട്, മാതാപിതാക്കളുണ്ട്, എല്ലാവരും ഉണ്ട്, അല്ലേ? ഇപ്പോഴത്തെ തലമുറകളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്താണ് ദൈവത്തിനോട്, നിങ്ങളൊരു ദൈവവിശ്വാസിയല്ലേ? അപ്പം നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ സ്വന്തം കാര്യങ്ങളാണ് എല്ലാവരും പ്രാർത്ഥിക്കാറുള്ളത്. സ്വന്തം കാര്യങ്ങൾ, നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുമോ ഇല്ല എന്നല്ല, വെറും പ്രാർത്ഥന. അങ്ങനെ എനിക്ക് ജോലി വേണം, അത് വേണം, ഇത് വേണം. അതായത് പ്രാർത്ഥനയിൽ മുഴുവൻ നമ്മൾ തന്നെ ആയിരിക്കും. ഇപ്പോഴത്തെ യുവാക്കൾ പൊതുവെയുള്ള എല്ലാവരെ ഇതിൽ കല്യാണം കഴിക്കാത്ത ആൾക്കാരെ എൻ്റെ അഭിപ്രായത്തിൽ 90% അങ്ങനെ ആയിരിക്കും. അല്ലാത്തവരുണ്ട് കേട്ടോ, 90% അങ്ങനെ ആയിരിക്കും വിചാരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വിജയം നേടണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങൾ മാതാപിതാക്കളെ ഉൾപ്പെടുത്തണം. മാതാവിനും പിതാവിനും നിങ്ങളുടെ പ്രാർത്ഥന ഉൾപ്പെടുത്തിയാലേ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് സക്സസ് ആവും, നിങ്ങളുടെ വിജയം നിങ്ങളെ കൂടെ വരുള്ളൂ. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാം പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും മാതാപിതാക്കളുടെ പ്രാർത്ഥനയിൽ മൊത്തം നിങ്ങൾ തന്നെയായിരിക്കും. അതൊരു പുറത്ത് പറയുന്ന വയസ്സല്ല. അതായത് നിങ്ങളൊരു കല്യാണം കഴിച്ചാലേ, ഒരു മാരേജ് ലൈഫിൻ്റെ ശേഷമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ മാതാപിതാക്കളുടെ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ അവരും സക്സസ് ആണ്, നമ്മളും സക്സസ് ആണ്. അവിടെ സക്സസ് ആവുന്നത് നമ്മളാ. അതായത് നിങ്ങൾ മാതാപിതാക്കൾ ഏത് പ്രാർത്ഥനയിലും മക്കളെ ഉൾപ്പെടുത്തും. എൻ്റെ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ, നല്ല ജോലി. അത് ഏറ്റവും വലിയൊരു സത്യങ്ങളാണ്. അയാൾ 100% ഞാൻ ഓർപ്പിക്കുകയാണ്. സ്വന്തം മക്കളെ നമ്മൾ എപ്പോഴും ദൈവത്തിനോട് ചോദിക്കും, മക്കളെ, എൻ്റെ മക്കളെ നല്ല നിലനിർത്തിക്കണേ, എൻ്റെ മക്കൾ നിസ്കരിക്കണേ, എൻ്റെ മക്കൾ. ബട്ട് കുട്ടികളാ നമ്മളോ? എൻ്റെ ഉപ്പാക്ക് പൂർണ്ണാരോഗ്യത്തോടെ ദീർഘായുസ് കൊടുക്കണേ, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും പൂർണ്ണാരോഗ്യത്തോടെ ദീർഘായുസ് കൊടുക്കണേ പറയാറുണ്ടോ? അങ്ങനത്തെ നല്ല എൻ്റെ ഉപ്പക്കും ഉമ്മക്കും പൂർണ്ണാരോഗ്യത്തോടെ ദീർഘായുസ് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ മതി. അത് നിങ്ങളെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാം മാതാപിതാക്കളെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വിജയം സക്സസ്സാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് നേടും. നിങ്ങൾ എന്താണോ പഠിച്ചോനെ പറയുന്നത്, അതെന്നാണ് മാതാപിതാക്കളും പഠിച്ചോണ്ട് പറയുന്നത്. എൻ്റെ മക്കൾക്ക് നല്ല ജോലി കൊടുക്കണേ, അവർക്ക് നല്ല കഴിവും ബുദ്ധിയും കൊടുക്കണേ, അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴത്തെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാ ദ്വായാലും വാപ്പനും ഉമ്മനെയും മനസ്സ് കൊടുക്കുക. എല്ലാ പ്രാർത്ഥനയും അവരെ കണ്ണീര് കുടിപ്പിക്കാതിരിക്കുക. എല്ലാ പ്രാർത്ഥനയിലും അവരങ്ങ് ഉൾക്കൊള്ളിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നത് എന്തോ അത് ഓട്ടോമാറ്റിക്കായി ശരിയാവും. ഏത് വിജയത്തിൻ്റെ ബാക്കിലും അച്ഛനും അമ്മയും
അതായത് മാതാപിതാക്കളുണ്ടാവും. അവരുടെ പ്രാർത്ഥന എന്നും മക്കൾക്കുണ്ടാവും, അത് ഉറപ്പാ. ഓക്കെ, മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് മക്കളുടെ വിജയം. മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കുന്നവൻ ഒരിക്കലും സക്സസ് അല്ല. അവരെ സപ്പോർട്ടാണ്. ഒരിക്കലും നീ നശിച്ചു പോകാന്ന് മക്കളോട് ഒരു ഒരു മാതാവിന് പിതാവിന് പറയാൻ കഴിയില്ല. അങ്ങനെ പറയണമെങ്കിൽ തന്നെ ആ മക്കളെ പിതാവിനെ അത്രയും ദ്രോഹിച്ചിട്ടുണ്ടാവും. വാപ്പാനോടും ഉമ്മാനോടും കണക്ക് പറയരുത് ഒരിക്കലും. കാരണം നിങ്ങളെ അത്രയും വളർത്തിയെടുക്കാൻ ഒരു കണക്കൊന്നും നോക്കിയിട്ടില്ല. ഇപ്പോൾ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു, അതെനിക്ക് വളരെയധികം മനസ്സിൽ കൊണ്ടു. അതിലെനിക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഒരമ്മ ഈ നമ്മളെ പഞ്ചായത്തിൻ്റെ ഇതില്ലേ പെണ്ണുങ്ങളൊക്കെ പോകുന്ന അത് ജോലിക്ക് പോയപ്പോൾ കുടുംബശ്രീൻ്റെ തൊഴിൽ അങ്ങനെ ജോലിക്ക് പോയപ്പോൾ മകന് വന്ന് വീട്ടിൽ വന്ന് ചൂടാവുന്നുണ്ടല്ലോ. അതൊരു ശരിയൊരു ടെലിഫിലിം ആണെങ്കിലും അതിൽ വളരെയധികം സത്യങ്ങളുണ്ട്. നമ്മൾ മാതാപിതാക്കൾക്ക് അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും കൊടുക്കണം. സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം, നമ്മളെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗം, 1% നമ്മൾ മാതാപിതാക്കൾ കൊടുക്കുകയാണെങ്കിൽ ആ ബിസിനസ് ബർക്കത്തുണ്ടാവും. എല്ലാത്തിനും മക്കളിൽ നിന്ന് കൈ നീട്ടേണ്ട ഗതികേട് ഒരിക്കലും മാതാപിതാക്കൾ കൊടുക്കരുത്. ഒരു മരുന്ന് വാങ്ങാനോ, കാരണം നമ്മളെ എന്തെങ്കിലുമൊക്കെ തിരക്കായിരിക്കും, പക്ഷെ അവർക്ക് പോയി വാങ്ങാനൊന്നും അവരെ ക്യാഷ് ഉണ്ടാവില്ല. അപ്പം 1%, നമ്മളെ ബിസിനസ്സിൻ്റെ 1% നമ്മൾ മാതാപിതാക്കൾ കൊടുക്കണം. അവരെ നമ്മൾ എത്രയും വളർത്തിയില്ലേ, ഒരു കുറവില്ലാതെ. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? എൻ്റെ ഒരു ബിസിനസ്സിലൊരു മുതലാളി ഭയങ്കര പ്രൗഡാണ്. അയാൾ ഭയങ്കര പ്രൗഡാണ്. ബിസിനസ്സൊക്കെ മക്കൾ നിർത്താനാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ പണിക്ക് പോകണ്ട, നിങ്ങൾ നിർത്തി, നിങ്ങൾക്കുള്ള ക്യാഷ് ഞങ്ങൾ തരാം. ആ മക്കൾ പറഞ്ഞതാ. അപ്പോൾ അയാൾ മക്കളെ നല്ല പഠിപ്പിച്ചു, മക്കൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. അയാൾക്ക് ഇപ്പോഴും ബിസിനസ് നോക്കുന്നുണ്ട്, പക്ഷെ അയാൾ കാര്യമായി ശ്രദ്ധിക്കുന്നില്ലെങ്കിലും മക്കൾ അയാൾക്ക് പൈസ കൊടുക്കുന്നുണ്ട് മാസം. അപ്പം എന്നെ പറയാ, മോനെ മാസം 50,000 റുപ്യ തരും, പക്ഷെ മോനക്ക് 1.5 ലക്ഷം റുപ്യ ശമ്പളം ഉണ്ടേ. മോൻ 50,000 വാപ്പ കൊടുക്കും. ആ വാപ്പ പ്രൗഡ്. വാപ്പക്ക് ഒരിടത്ത് പോകേണ്ട ആവശ്യമില്ല. കാരണം മക്കളെ പഠിപ്പിച്ചു, മക്കൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. അയാൾ പറയുമ്പോൾ അയാളെ മുഖത്തുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. ദാറ്റ്സ് പ്രൗഡ് മാൻ. അതായത് വാപ്പന്മാർ അതായത് ഒന്ന് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വരുമാനമൊന്നുമില്ല. അപ്പം നമ്മൾ 1%, നമ്മൾ ബിസിനസ്സിൽ ഒരു 1000 റുപ്യ പണിക്ക് 100 റുപ്യ 150 200 റുപ്യൊക്കെ വാപ്പൻ്റെ കൈമ കൊടുക്കുക ഡെയിലി. അവർക്കുണ്ടാവില്ലേ ചിലവുകൾ, മരുന്ന് വാങ്ങാൻ, അതും എവിടെയൊക്കെ പോകാൻ, എല്ലാത്തിനും മക്കളെ കൊണ്ട് കൈ നീട്ടുമ്പോഴാണ് മക്കൾക്ക് ദേഷ്യം പിടിക്കുന്നത്. മക്കൾ വാപ്പനോട് ചോദിക്കുമ്പം ആ വാപ്പക്ക് ഞാൻ കണ്ടിട്ടില്ല ദേഷ്യം. അത് എവിടെന്നെങ്കിലൊക്കെ ഒപ്പിച്ച് കൊടുക്കും വാപ്പ. അപ്പം ഞാൻ പറയുന്നത് എന്താണോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാ ദുആയിലും, നിങ്ങളുടെ ബിസിനസ്സിലായാലും എന്തിലായാലും നിങ്ങളുടെ തൊഴിലിലായാലും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തണം. അവരെ കണ്ണീര് കുടിപ്പിക്കരുത്. അവർ എത്ര ദേശീയക്കാരനായാലും ശരി, അവരെ കണ്ണീര് കുടിപ്പിക്കരുത്.
അവരുടെ മനസ്സിലെന്നും മക്കൾ നന്നാവണമെന്നുണ്ടാവും. നമ്മളൊരു ബിസിനസ്സിൻ്റെ 1% ഒന്ന് പാപ്പക്കും മക്കും വേണ്ടി മാറ്റി ചോദിക്കുക. ദാറ്റ്സ് ലൈഫ് സക്സസ്. അവർക്കും മാസം ഒരു വരുമാനം നമുക്ക് മക്കളിൽ നിന്ന് കിട്ടുമ്പോഴേ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമില്ലേ. യെസ്, ഓക്കെ. പിന്നെ എന്നായിക്കോട്ടെ. ഓക്കെ, എല്ലാവരും എൻ്റെ വീഡിയോ അതായത് എൻ്റെ ഫേസ്ബുക്ക്, യൂട്യൂബൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ. താങ്ക് യു.